മാഡത്തിന് കാണേണ്ടത് അവരുടെ ഓഫീസിലെ മാനേജർ സജീവനെയല്ല. ഏത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആരെയാണെന്ന് പ്രത്യേകിച്ച് പറയണോ? ശ്രുതിയോടാ പറഞ്ഞ അടങ്ങിയിരിക്കാൻ. ഞാൻ മിണ്ടുന്നേ ഉള്ളൂ കുഴപ്പം. ആ കുട്ടിക്ക് മോനോട് ഇതിനു മാത്രം സംസാരിക്കാൻ എന്താ ഉള്ളത്? അത് ആ കുട്ടിയുടെ ജീവിതം ഒരു ട്രാജഡിയാ സത്യേന്റി. അതിനു പകരമായി മറ്റുള്ളവരുടെ ജീവിതം കൂടി ട്രാജഡിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ അവര്? ശ്രുതി പ്ലീസ് ഡോണ്ട് ബി സില്ലി. ഹരിയുടെ അമ്മ പറഞ്ഞ എനിക്കും കുറെയൊക്കെ അറിയാം. വലിയ ജീവിതാനുഭവങ്ങളോ ലോകപരിചയമോ ഒന്നും എനിക്കില്ല. എന്നാലും ഇത്രയും നാൾ ഈ ലോകത്ത് ജീവിച്ചില്ലേ, 2 മക്കളെ വളർത്തുകയും ചെയ്തു. അത് വെച്ച് പറയാ, നിങ്ങളുടെ 2 പേരുടെയും കാര്യത്തിൽ ആരും തെറ്റുകാരല്ല ഹരി. ഒക്കെ വിധിയാ എന്ന് കരുതി ജീവിതം ഇനിയും ബാക്കി കിടക്കുക. ആ ഓർമ്മ ഹരിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അച്ഛനും അമ്മയും എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അറിയില്ലേ മോന്? മാഷിനതൊന്നും പ്രശ്നമല്ലമ്മേ. ഒരേ ഒരാളുടെ വിഷമം, അത് മാത്രമേ മാഷ് പരിഗണിക്കുന്നുള്ളൂ. ശ്രുതിക്ക് അറിയാഞ്ഞിട്ട് നന്ദന ജീവിതത്തിൽ ഇന്നുവരെ ഫേസ് ചെയ്തതും ഇപ്പൊ ഫേസ് ചെയ്യുന്നതും ചെറിയ പ്രശ്നങ്ങളെ അല്ല. ട്രാജഡി ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എന്തായാലും അവര് വാക്കു മാറിയില്ലേ ഒരിക്കല്. അതിന്റെ ഫലം അനുഭവിക്കുന്ന ആരാ? അങ്ങനെയുള്ളവരുടെ ജീവിതം ട്രാജഡി ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഒന്ന് നിർത്തുന്നുണ്ടോ? സാഡിസ്റ്റ് ആവണോ നീ? നിർത്തി പോരെ. കഴിച്ചിട്ട് പോ ശ്രുതി. മതിയായി. എടി കുഞ്ഞെ, എനിക്ക് വേണ്ട. വിളിക്കണ്ടമ്മേ, വേണ്ടയും കഴിക്കണ്ട. ഞാൻ കാരണം മോൻ കാരണമൊന്നുമല്ല, ഇതൊക്കെ അവളുടെ പതിവാ. ശകലം കഴിഞ്ഞു വന്ന് കഴിച്ചോളൂ. സോറി ഹരി, എടുത്തിയാട്ടക്കാരിയാ ശ്രുതി എന്നറിയാലോ. ആളും തരം നോക്കാതെ ഓരോന്ന് വിളിച്ചു പറയും. ഞാൻ എഴുന്നേക്കാണ്. ഹരിക്ക് ശ്രുതിയോട് വിഷമം തോന്നരുത്. നന്ദൻ ഇവിടെ വരുന്നതിന്റെ പേരിൽ ശ്രുതി ഇത്രയും ദേഷ്യം പിടിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമല്ലോ. അതൊന്നും മനസ്സിലിരുന്നാ മതി. സൂചിമുന പോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് ഒരു ചോദ്യം മുന്നിലേക്ക് എറിയുക, എന്നിട്ടങ്ങ് മാറി നിൽക്കുക. ഉത്തരം വേണ്ടേ ആ ചോദ്യത്തിന്? ഉത്തരവുണ്ടോ തനിക്ക്? ഇതുവരെ എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം തന്നിട്ടുണ്ട്. മറിച്ച് ഇങ്ങോട്ടോ, സൂയിസൈഡ് പോയിന്റിൽ വെച്ച് ചോദിച്ചതിന് മറുപടിയുണ്ട്. മുന്നോട്ടൊരു ചുവട് വെച്ചാൽ എല്ലാം പൂർത്തിയാവാൻ ഒരു നിമിഷം മതി. പിന്മാറിയാൽ മുൻപിൽ ജീവിതത്തിന്റെ ബാക്കി യാത്ര. ആദ്യത്തെ ഓപ്ഷൻ എന്റെ മനസ്സിലില്ല. ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ ഈ ജീവിതം സ്വയം എറിഞ്ഞുടയ്ക്കുമായിരുന്നു. അത്രയ്ക്ക് അനുഭവിച്ചു. ഒരിക്കലും ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഓടി ഒളിക്കാൻ ശ്രമിച്ചില്ലായിരിക്കും, പക്ഷേ ഒളിച്ചോടാൻ ശ്രമിച്ചില്ല എന്ന് പറയരുത്. ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് വെക്കാനുള്ള മോഹം കൊണ്ടാ അങ്ങനെ ചെയ്തത്. അതിലെനിക്ക് കുറ്റബോധം തോന്നിയിട്ടില്ല. നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നേട്ടങ്ങളൊന്നുമില്ലാത്ത ഒരാളോട് നഷ്ടത്തെക്കുറിച്ചും നഷ്ടബോധത്തെക്കുറിച്ചും ചോദിക്കുന്നത് ഫലിതമാണ്. ക്രൂരമായ ഫലിതം. വാക്കുകൾ കൊണ്ടുള്ള ഈ അമ്പയത്ത് ബോറാവുന്നുണ്ട്. ഏത് തുടങ്ങിയത് ഞാനല്ല. മുറിവേൽക്കുമെന്ന് തോന്നിയപ്പോ തടഞ്ഞു. എന്നെ ഞാനെങ്കിലും രക്ഷിക്കണ്ടേ? സ്വയരക്ഷയുടെ പരിചയമെടുത്ത് അണിയുന്നതിന് മുമ്പ് അതിന് ബലമുണ്ടോ എന്ന് പരിശോധിക്കണം. ബലമുണ്ടെന്ന് വിശ്വാസമുള്ളത് കൊണ്ട് ആത്മഹത്യ മുനമ്പിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചത്. ആത്മവിശ്വാസം നല്ലതാണ്. ജീവിക്കാൻ തീരുമാനിച്ചു. ഇനി വഴുതി മാറാത്ത മണ്ണിൽ ചുവട് ഉറപ്പിക്കണം. മണ്ണാവുമ്പോ പ്രശ്നമില്ല.
ഒരിടത്തല്ലേ ചൂടുറപ്പിക്കാൻ പറ്റൂ. വള്ളമാണെങ്കിൽ ആശയക്കുഴപ്പത്തിന് സാധ്യതയുണ്ട്. ഏത് വെള്ളത്തിൽ ചവിട്ടി നിൽക്കണം എന്നുള്ള ആശയക്കുഴപ്പം. ഞാനിതുവരെ ഒരു വള്ളത്തിലെ കാൽ ചവിട്ടിയിട്ടുള്ളൂ. മറ്റൊരു വഞ്ചിയിൽ യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു എന്നത് നേരാണ്. കയറിയ വള്ളമാവട്ടെ ഇതുവരെ പുറപ്പെട്ടതുമില്ല. കടവിൽ തന്നെ നിൽക്കുക. എങ്കിൽ കരയിൽ കയറിക്കോളൂ. ആരും തടയാൻ വരില്ല. അപ്പൊ ഇതുവരെ നഷ്ടപ്പെട്ട സമയം അതിനാര് സമാധാനം പറയും? തുടർന്നുള്ള യാത്രയിൽ ആ സമയനഷ്ടം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? യാത്ര തുടരേണ്ടത് ഏത് വഴിയിലൂടെയാണ് എന്നുള്ളതാണല്ലോ മുമ്പിലുള്ള ചോദ്യം. ഒരു ഐഡിയ പറയാം. 2 വിരൽ ഉയർത്തിപ്പിടിക്കുക. ഒരു വിരലിന് ഒന്നാമത്തെ വഴി, മറ്റേ വിരലിന് അടുത്ത വഴി. അങ്ങനെ മനസ്സിൽ വിചാരിക്കുക. ആരോടെങ്കിലും പറയണം ഏതെങ്കിലും ഒരു വിരൽ തൊടാൻ. അയാൾ തൊടുന്ന വിരലിന് ഏത് വഴിയാണോ വിചാരിക്കുന്നത് അത് ഉറപ്പിക്കുക. ലളിതമായിട്ട് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഉപായ. തൊട്ടോളൂ. നിർദ്ദേശം വെച്ച ആള് തന്നെ അത് ചെയ്യുന്നതാ നല്ലത്. ഞാൻ മനസ്സിൽ വിചാരിച്ചോണ്ട് നിൽക്കുക. ഇഷ്ടമുള്ള വിരലിൽ തൊടാം. തൊടുന്നയാൾ എന്തിനാ അധികം ആലോചിക്കുന്നത്? ദേ, ഞാൻ മനസ്സിൽ വിചാരിച്ചത് മറന്നു പോകുന്നതിന് മുമ്പ് തൊട്. ഓക്കെ, ഇനി മുന്നോട്ട് പോവാം. ധൈര്യമായി കഴിഞ്ഞു. ശരിയാ പറഞ്ഞത്. ഇപ്പൊ ഒരു ചാർജ് കിട്ടിയതുപോലെ. ഏത് വഴിയാ ഫിക്സ് ചെയ്തതെന്ന് പറഞ്ഞില്ല. തൽക്കാലം വഴിയല്ല, ഒരു അന്വേഷണത്തിന്റെ കാര്യം ഞാൻ മനസ്സിൽ വിചാരിച്ചത്. വേണോ അതോ വേണ്ടയോ? അന്വേഷണം വേണമെന്ന് ഉറപ്പിച്ച വിരല്ല തൊട്ടത്. ഇനി എനിക്ക് പ്രൊസീഡ് ചെയ്യാലോ? അന്വേഷണത്തിന്റെ വിശദ വിവരങ്ങൾ ഇപ്പൊ ചോദിക്കരുത്. പറയാൻ നിവർത്തിയില്ല. സോറി. ആർക്കാ മെനക്കെട്ടിരുന്ന് മെസ്സേജ് അയക്കുന്നത്? എന്തായാലും നിനക്കല്ല. അതറിയാം. എരിയേട്ടൻ ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഇരിക്കാതെ ചെന്ന് നിങ്ങളുടെ അമ്മയോട് സംസാരിക്ക. അമ്മ നേരത്തെ കിടന്നു എന്നല്ലേ നീ പറഞ്ഞത്? അമ്പലത്തിൽ നിന്ന് വന്നപാടെ മുറി കയറിയതാ. അത്താഴം കഴിച്ചില്ലേ? ആ, കഴിച്ചു കാണും. ഞാൻ കണ്ടില്ല. നീ ചോദിച്ചില്ലേ? എന്നിട്ട് വേണം അതിന്റെ പേരിൽ നിങ്ങളുടെ അമ്മ എന്നോട് മുഷിയാൻ. നന്ദനമോൾ ചോദിക്കുമ്പോഴല്ലേ വ്യക്തമായ മറുപടി പറയൂ. എങ്കിൽ പിന്നെ അവള് ചോദിക്കട്ടെ അത്താഴത്തിന്റെ കാര്യമെന്ന് ഞാനും വിചാരിച്ചു. ഒരു കാര്യം ചെയ്യും, എതിയേട്ടൻ അങ്ങോട്ട് ചെല്ല്. ആഹാരം കഴിച്ചു എന്ന് ലോഹ്യം ചോദിക്കാം. നമുക്ക് പറയാനുള്ള കാര്യം അവതരിപ്പിക്കുകയും ചെയ്യാം. ഇനിയിപ്പോ രാവിലെ ആവട്ടെ. എതിയേട്ടൻ ഈ ഉഴപ്പ് കാണുമ്പോഴേ എനിക്ക് ദേഷ്യം വരുന്നത്. അമ്മയും നന്ദനയും ചേർന്ന് നമ്മളെ പറ്റിക്കാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ കാർത്തികേ.
പെട്ടെന്നോ? 3 മാസത്തിനുള്ളിൽ നന്ദനെ ഉദയേട്ടനും കൂടി ആലോചിച്ച് രണ്ടിലൊന്ന് അറിയിക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നത്. ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? പിന്നെ ഇന്നലെ നടത്ത കാര്യമാണോ? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. അമ്മ അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചതിൽ പിന്നെയുള്ള കാര്യങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചു? ഇല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചു. അന്ന് വരെ ഉദയേട്ടനും നന്ദനയും നേരെ ചൊവ്വേ തമ്മിൽ നോക്കത്തില്ലായിരുന്നു. ഒരാളെ നോക്കിയ മറ്റേയാള് മുഖം തിരിക്കും. നമ്മുടെ മുമ്പിൽ വെച്ചായ പോലും സംസാരിച്ചു തുടങ്ങിയ കുത്തുവാക്കുകൾ പറയും. അമ്മ എന്ന് നിലപാട് പറഞ്ഞോ അന്നു മുതൽ നന്ദനെ ഉദയേട്ടനും അവരുടെ നിലപാട് മാറ്റി. അവരൊന്നായെന്നാണോ നീ പറയുന്നത്? ഒന്നായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഏയ്, ഉദയേട്ടൻ അതിനൊന്നും നിന്നു കൊടുക്കില്ല. നന്ദനയല്ലേ ഇപ്പുറത്ത് നിൽക്കുന്നത്. ഉദയേട്ടൻ എങ്ങനെ നിൽക്കുന്നോ അതിനനുസരിച്ച് പെരുമാറാൻ അവക്കറിയാം. പ്രത്യേകിച്ച് അമ്മയുടെ മുമ്പില്. 3 മാസത്തെ സമയപരിധി 6 മാസം ആക്കണമെന്ന് നന്ദനെ അമ്മയ്ക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടോന്ന് പോലും അറിയില്ല. ഉദയേട്ടന്റെ ഭാര്യയായിരിക്കുക എന്നതല്ല നന്ദനയുടെ ലക്ഷ്യം. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാതിരിക്കുക എന്നുള്ളതാ. അതിന് ഉദയേട്ടന്റെ ഭാര്യ സ്ഥാനം വേണം താനും. അതിനുവേണ്ടി എന്തടവും സ്വീകരിക്കും നിങ്ങളുടെ ചേട്ടത്തിയമ്മ. അവളുടെ മനസ്സിലിപ്പോഴും മറ്റവനാണെന്നല്ലേ നീ പറഞ്ഞത്? മറ്റേ ഹരിപ്രസാദ്. അതിന് മാറ്റമില്ല. മനസ്സ് നിറയെ ഹരിപ്രസാദ്, ഭർത്താവിന്റെ റോളിൽ ഉദയേട്ടൻ. മനസ്സിലായോ ഞാൻ പറയുന്നത് എന്താണെന്ന്? ഹരിപ്രസാദിന് സർക്കാർ ജോലി മാത്രമേ ഉള്ളൂ. ഉദയേട്ടനോ കുന്നത്തൂരെ മുഴുവൻ ബിസിനസിന്റെ മാനേജിംഗ് പാർട്ണറാ. സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കുന്ന ആള്. ആ സ്വത്ത് അത്രയും വിട്ടുകളഞ്ഞിട്ട് നന്ദന് പോകുമെന്നാണോ? ഇല്ല എതിയേട്ടാ. എങ്കിലവൾക്ക് ഉദയേട്ടനായിട്ട് ഇണങ്ങി അങ്ങ് നിന്നാ പോരെ? അതിന് നിങ്ങളുടെ ചേട്ടൻ അടുക്കൂ. മനുഷ്യൻ ഇത്രയും റിസർവ്ഡ് ആവാൻ പാടില്ല. ഉദയവർമ്മയെന്നല്ല, വിശ്വാമിത്രൻ എന്നായിരുന്നു പേരിടേണ്ടത്. ഒരു കണക്കിന് നന്ദനയ്ക്കത് സൗകര്യമായി. ഹരിപ്രസാദുമായുള്ള ബന്ധം തുടരാമല്ലോ. ഭർത്താവ് നേരിട്ട് കണ്ടാലും നോ പ്രോബ്ലം. ഭാര്യ അവളുടെ പഴയ കാമുകന്റെ കൂടെ സല്ലപിക്കുന്ന ഫോട്ടോ കണ്ട ഏതൊരു പുരുഷനെ സഹിക്കുന്നത്? ആ നിമിഷം ആളെടുക്കില്ലേ? നന്ദനെ ഹരിപ്രസാദിന്റെ അടുത്ത് കൊഞ്ചിക്കൊണ്ട് നിൽക്കുന്ന ഫോട്ടോ കാണിച്ചപ്പോ അരകല്ലിന് കാറ്റ് പിടിച്ച പോലെ ഒറ്റ നിപ്പ നിങ്ങളുടെ ചേട്ടൻ. ആ ഫോട്ടോ കാണിച്ച ഞാൻ വെറും വീട്ടി. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? നീ അത് പറ. നമ്മളല്ല, ദേ എരിയേട്ടനാ ചെയ്യേണ്ടത്. അമ്മയുടെ മോനാ നിങ്ങള്. ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ അവകാശമുള്ള ആള്. നേരിട്ടങ്ങോട്ട് ചോദിക്കണം എന്താ ഇവിടെ നടക്കുന്നേന്ന്. ഒന്നുകിൽ ചേട്ടനും ചേട്ടത്തിയമ്മയും കുടുംബത്തിന് ഇണങ്ങിയ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ അടുത്ത തീരുമാനത്തിലേക്ക് കടക്കണം. സംസാരിക്കുന്ന കൂട്ടത്തിൽ നന്ദൻ ഇവിടെ തുടരുന്നതിൽ എരിയേട്ടനുള്ള അതൃപ്തിയും വരണം. ഒത്തുകളിയാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി എന്നുള്ളത് സൂചിപ്പിക്കണം. എന്തായാലും നേരം വിളിക്കട്ടെ, ഞാൻ സംസാരിക്കാം. ഉദയേട്ടൻ കാപ്പി കുടിക്കാണ്ടിരിക്കുന്ന സമയം നോക്കി വേണം വിഷയം എടുത്തിടാൻ. അപ്പോ അമ്മയും നന്ദനെ അവിടെ കാണുമല്ലോ. ഒറ്റയടിക്ക് 3 പേരുടെ അഭിപ്രായം അറിയാലോ. എല്ലാവരെയും പറ്റിക്കുന്ന പോലെ അവള് നമ്മളെ പറ്റിക്കണ്ട. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. നീ ഏതായാലും ലൈറ്റ് ഓഫ് ചെയ്തൊന്ന് കിടക്കാൻ നോക്ക്. ബാക്കിയൊക്കെ നാളെ. ചായ. അമ്മയ്ക്ക് കൊടുത്തോ? ഇല്ല, കൊടുക്കാൻ പോവാ. അമ്മേ, 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 അമ്മേ. അമ്മ എവിടെ എഴുതിയേട്ടാ? റൂമിലല്ലേ? ഇല്ല.
അടുക്കളയിലേക്ക് പോയി കാണും. ഞാൻ അവിടൊക്കെ നോക്കി, അവിടെ എങ്ങും ഇല്ല. പിന്നെ അവിടെ പോയി? അല്ല, ഇനി എങ്ങാനും തൊഴുത്തിന്റെ അവിടെ എങ്ങാനും? വാ നോക്കാം. അമ്മേ, 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 അമ്മേ. അമ്മേ. എതിയേട്ടാ, അമ്മ എവിടെങ്ങനെ കണ്ടോ? ഇല്ല. അമ്മ പിന്നെ ഇത് എവിടെ പോയി? അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, അമ്മേ, അമ്മേ. അമ്മേ. എന്താ കാർത്തിയേച്ചി? അമ്മ നിങ്ങളുടെ റൂമിലേക്ക് വന്നോ? ഇല്ല. എന്താ എതിയേട്ടാ, കണ്ടോ? ഇല്ല. എന്തു പറ്റി കാർത്തിയേച്ചി? അമ്മ ഇവിടെ എങ്ങും കാണുന്നില്ല. മനുഷ്യനെ ടെൻഷനാക്കാനായിട്ട് ഇതൊന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? അമ്മയെ ഞങ്ങളിവിടെ എല്ലാം നോക്കി. അമ്മ പിന്നെ എവിടെ പോയി? അതല്ലേ അറിയാത്തത്. സാധാരണ ഞാൻ ചായയും കൊണ്ട് ചെല്ലുമ്പോ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതാ. അമ്പലത്തിൽ ഇന്ന് എന്തായാലും പോവില്ല. ഇന്നലെ തൊഴുതിട്ട് വന്നതല്ലേ. അല്ലെങ്കിലും ഇവിടെ ആരോടും പറയാതെ അമ്മ രഹസ്യമായിട്ട് അമ്പലത്തിൽ പോവോ? അമ്മ തന്നോട് എന്തെങ്കിലും സൂചിപ്പിച്ചിരുന്നോ? ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ നന്ദനെ, വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കാതെ. അതെ, നന്ദനയോട് പറയാതെ അമ്മ എങ്ങോട്ടും പോകാനിടയില്ല. എനിക്കറിയില്ല. അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ, ഇങ്ങനെ ഇരിക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യതിയേട്ടാ. ഞാൻ എന്ത് ചെയ്യണമെന്നാ? പതിവായിട്ട് എവിടെയെങ്കിലും പോവായിരുന്നെങ്കിൽ അവിടെ അന്വേഷിക്കായിരുന്നു. ആ, ഇനി ബന്ധുവീടുകൾ എന്ന് പറയാൻ. അല്ല, ഇനി വിദ്യേച്ചിയുടെ വീട്ടിലേക്കോ മറ്റോ പറഞ്ഞിരുന്നു നന്ദനെ അങ്ങോട്ടേക്ക് എങ്ങനെ പോകാൻ ഉദ്ദേശമുണ്ടെന്ന്? ഇല്ല. വിദ്യേച്ചി ഒന്ന് വിളിച്ചു നോക്ക്. സ്വിച്ച് ഓഫാ. അല്ലെങ്കിലും അമ്മ അങ്ങോട്ട് പോവില്ല. പിന്നെ എവിടെ? ശ്ശോ, ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ഓ, വടക്കുന്നാഥ കാത്തോണേ. അമ്മായി, അമ്മായിയേ, വസുന്ധരമ്മായിയേ, നീ എവിടെ ഇരിപ്പുണ്ടായിരുന്നോ? അമ്മായി എവിടെ ഉദയ? അമ്മായിയേ, വസുന്ധരമ്മായിയേ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. തൊഴുത്തിലുണ്ടാവോ ഇനി? അമ്മായിയേ, അമ്മായി, എവിടെ അമ്മായി? അമ്മായി ക്ഷേത്ര ദർശനത്തിനോ മറ്റോ പോയോ യതീന്ദ്ര? ആരും എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ അമ്മായി സുഖമില്ലാതെ കിടക്കുമോ മറ്റാണോ? വരട്ടെ, ഞാൻ നോക്കട്ടെ. മാറിക്കട അമ്മായി, വസുന്ധരമ്മായി. എന്റെ അമ്മായി പിന്നെ എവിടെയാ? ഇങ്ങനെ തമ്മി നോക്കുന്നതല്ലാതെ ആരും ഒന്നും പറയുന്നില്ലല്ലോ. അമ്മായിക്ക് എന്ത് പറ്റി കാർത്തികേ? അമ്മയെ കാണുന്നില്ല പ്രതാപേട്ട. എന്തെന്ന്? നീ ഒന്നുകൂടി പറഞ്ഞേ. രാവിലെ മുതൽ അമ്മയെ കാണുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതിരിക്കുക ഞങ്ങള്. നിങ്ങൾ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. വസുന്ധരമ്മയുടെ കാര്യം തന്നെയാണോ നിങ്ങൾ ഈ പറയണത്? ഉദയ, 6 അടി ഉയരത്തിൽ അനിയൻ വർമ്മ, 6 അടിയേക്കാൾ പൊക്കമുണ്ടെന്ന് ഭാവിക്കുന്ന ചേട്ടൻ വർമ്മ, ആരുടെ നാക്കിന കൂടുതൽ നീളമെന്ന് വെറ്റിവയ്ക്കുന്ന 2 മരുമക്കള്. അല്ല, ഞാനേ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾക്കൊക്കെ ഇവിടെ എന്താ പണി?
അമ്മയെ കാണുന്നില്ല പോലും. എങ്ങനെ എന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നിനക്ക് ധൈര്യം വന്നു? എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചോ നിങ്ങള്? ഇല്ല. എന്തുകൊണ്ട്? അതിനുള്ള റെസ്പോൺസിബിലിറ്റി പോലും കാണിക്കാതെ ഇങ്ങനെ ഭാര്യമാരെ ചുറ്റിപ്പറ്റിയിരിക്കുകയാണ് രണ്ടെണ്ണം. വലിയ ബിസിനസ് ഒക്കെ ഭരിക്കുന്ന സാമർത്ഥ്യക്കാരികൾ ഉണ്ടല്ലോ അവിടെ. എന്താർക്കും അനക്കമില്ലാത്തത്? അമ്മായി അമ്മയല്ല അമ്മയാണെന്ന് പറഞ്ഞുള്ള ചില ഫേസ്ബുക്ക് പ്രസ്താവനകൾ ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതോ എല്ലാവരും കൂടി സംഘം ചേർന്ന് എന്റെ അമ്മായിനെ പുറത്താക്കിയോ, അടിച്ചിറക്കിയോ? പ്രതാപേട്ട, ഗുരുവായൂർ കിഴക്കേ നടയിൽ പ്രായമായ അമ്മമാരെ കൊണ്ടുചെന്ന് നട തള്ളുന്നതായി പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. വസുന്ധരമായി അങ്ങനെ നടതള്ളിയോ എന്നാണ് എനിക്കറിയേണ്ടത്. പ്രതാപേട്ടൻ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും അറിവുള്ള ഉദയവർമ്മ സംസാരിച്ചാലും അധികം വേണ്ട. രണ്ടേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്റെ അമ്മായിക്ക് എന്ത് പറ്റി? എവിടെ പോയി എന്റെ അമ്മായി?